നമസ്കാരം. മലയാളം ന്യൂസ് നെറ്റ്വർക്കിന്റെ എഡ്യൂക്കേഷൻ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടെക്നോ സ്പേസിന്റെ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ബഹുമാനപ്പെട്ട എക്സൈസ് തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ടെക്നോ സ്പേസിന്റെ പ്രിൻസിപ്പൽ ജിജി ജോണിന് ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. 100 വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് തുറമുഖ എക്സൈസ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ഹൈബി ഈഡൻ MLA ഈ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. മലയാളം ന്യൂസ് നെറ്റ്വർക്കിന്റെ 5ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ജിജി ജോൺ ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. പഠിക്കാൻ മിടുക്കരായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് വലിയ വ്യക്തികളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നമ്മൾ അക്കോമഡേഷൻ, ഫുഡ്, രജിസ്ട്രേഷൻ, യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ, പ്ലേസ്മെൻറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ജനപ്രതിനിധികളെയും അതുപോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, സ്കൂളുകൾ ഇവരെയെല്ലാം ഒത്തൊരുമിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. BSc കാറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഇത് 3 ഇയർ കോഴ്സാണ്. ഇത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ടെക്നോ സ്പേസ് ടീം സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ ഓതറൈസ്ഡ് സെൻറ്ററാണ്. ഓതറൈസ്ഡ് സെൻറ്ററും ടെക്നോ സ്പേസും ചേർന്നിട്ടാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്തിരിക്കുന്നത്. കോർപ്പറേറ്റ് കമ്പനികൾ സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായി, സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കമ്പനി ഇങ്ങനെ 100 വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സൗകര്യം ചെയ്യുന്നത്. ഏതാണ്ട് 3 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന, ഓരോ വിദ്യാർത്ഥിക്കും ചിലവ് വരുന്നൊരു കോഴ്സാണ്. ഇതുവഴി കുട്ടികൾ ഒത്തിരി നല്ല നിലയിൽ എത്തിച്ചേരാനും അതുവഴി സമൂഹത്തിൽ ഗ്രാമങ്ങളിലൂടെയാണ് വികസനം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് പോലെ ഗ്രാമങ്ങളിലൂടെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ടെക്നോ സ്പേസ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പ്രകൃതി മനോഹരമായ സ്ഥലത്താണ് ടെക്നോ സ്പേസ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മികച്ച പഠനാന്തരീക്ഷവും സൗകര്യങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അതിഥി ദേവോ ഭവ എന്ന ഉപനിഷത്ത് വാക്യം അനർത്ഥമാക്കിക്കൊണ്ട് വിജയ സോപാനത്തിന്റെ 15ാം വർഷത്തിലേക്ക് കുതിക്കുന്ന ടെക്നോ സ്പേസ് MBA, BCA, BSc രംഗത്ത് കോളേജിൽ അഡ്മിഷൻ നേടുന്ന 500 വിദ്യാർത്ഥികളിൽ എൻട്രൻസ് പരീക്ഷയിൽ മുന്നിലെത്തുന്ന 100 വിദ്യാർത്ഥികൾക്കാണ് ഇന്റേൺഷിപ്പിലൂടെ സൗജന്യ പഠനം ഒരുക്കിയത്. മൂന്നാർ തേക്കടി ഹൈവേയിലെ പ്രകൃതി മനോഹരമായ 50 ഏക്കർ സ്ഥലത്താണ് ടെക്നോ സ്പേസിന്റെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ടെക്നോ സ്പേസിന്റെ ഗ്രീൻ ലേക്ക് റിസോർട്ടിനോട് ചേർന്ന് തന്നെയാണ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് ക്യാമ്പസും പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മികച്ച കോർപ്പറേറ്റ് അന്തരീക്ഷം സംജാതമാക്കാൻ ഇത് സഹായിക്കുന്നു. ക്യാമ്പസിൽ തന്നെ ഓർഗാനിക് ഫാമും ഗ്രീൻ ലേക്ക് എന്ന റിസോർട്ടും ഒരുക്കിയിട്ടുണ്ട്. പഠനത്തോടൊപ്പം മികച്ച പരിശീലനവും സ്വന്തമാക്കുവാൻ ഇത് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നുണ്ട്. തികച്ചും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ക്യാമ്പസും പരിശീലന പദ്ധതികളും സജ്ജീകരിച്ചിരിക്കുന്നത്. യൂറോപ്യൻ നിലവാരത്തിലുള്ള പരിശീലന പദ്ധതികളും അന്തരീക്ഷവുമാണ് ടെക്നോ സ്പേസ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ഈ അധ്യയന വർഷം മൊത്തം 500 സീറ്റിൽ 350 സീറ്റ് BSc കാറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റിലും, 50 സീറ്റ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലും, 100 സീറ്റ് MBA ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റിലുമാണ് നീക്കിവച്ചിട്ടുള്ളത്. തികച്ചും റെസിഡൻഷ്യൽ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ക്യാമ്പസിൽ മികച്ച ഫാക്കൽറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. +2 ഡിഗ്രി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് 100% തൊഴിൽ ഉറപ്പു നൽകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ടെക്നോ സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തും സോഫ്റ്റ്വെയർ രംഗത്തും കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ടെക്നോ സ്പേസ്. 100% പ്ലേസ്മെന്റ് ഉറപ്പു നൽകുന്നു എന്നത് തന്നെയാണ് ടെക്നോ സ്പേസിനെ വ്യത്യസ്തമാക്കുന്നത്. ടെക്നോ സ്പേസ് നടത്തുന്ന എൻട്രൻസ് പരീക്ഷയിൽ 75%-ലധികം മാർക്ക് നേടുന്നവർക്കാണ് ടെക്നോ സ്പേസിന്റെ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് അധ്യയന രംഗത്ത് പ്രവർത്തിക്കുന്ന ടെക്നോ സ്പേസ് തങ്ങളുടെ ഇടുക്കിയിലെ ക്യാമ്പസിലെ 100 സീറ്റുകൾ കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായാണ് നിർധനരായ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 സെന്ററുകളിലായി നടത്തുന്ന പ്രവേശന പരീക്ഷയിൽ മുന്നിലെത്തുന്ന 100 വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ പഠനം ഉറപ്പുവരുത്തുന്നത്. ഫോൺ നമ്പർ 9447146365, 0484235612, 9496251400 എന്ന ഫോൺ നമ്പറുകളിൽ വിളിച്ച് എൻട്രൻസ് പരീക്ഷയ്ക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.
കേരളത്തിൽ ഓരോ വർഷം കഴിയുന്തോറും വിജയശതമാനം വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അടിസ്ഥാന ജ്ഞാനം പോലും ഇല്ലാത്ത വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നില്ലേ എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരവും ആ രീതിയും ഒക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തും സോഫ്റ്റ്വെയർ രംഗത്തും പ്രശസ്തമായ ഒരു സ്ഥാപനമായ ടെക്നോ സ്പേസിന്റെ മാനേജിംഗ് ഡയറക്ടറായ ജോയ് പോളാണ്. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക്. സർ, ഏകദേശം ഒരു 15 വർഷക്കാലമായിരിക്കും ഈ ഒരു ടെക്നോ സ്പേസ് എന്നൊരു സ്ഥാപനം തുടക്കമായിട്ട്. ഇത്രയും ഒരു നീണ്ട ഒരു കാലയളവിനുള്ളിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് താങ്കൾക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്? നമ്മൾ സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ കമ്പനിയും അതുപോലെ തന്നെ 15 കൊല്ലമായിട്ടൊരു കോളേജ് നടത്തുന്നുണ്ട്. ഈ കോളേജിൽ പഠിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ജോലി കൊടുക്കുന്നുണ്ട്. നമ്മൾ വർക്ക് ആൻഡ് സ്റ്റഡി എന്ന കൺസെപ്റ്റിൽ കൂടെ ഇൻറ്റേൺഷിപ്പിലൂടെയാണ് എല്ലാ കുട്ടികളും വർക്കിന് എടുക്കുന്നത്. അപ്പോൾ പഠിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ ജോലി. അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും ജോലിക്ക് കയറാനും എക്സ്പീരിയൻസോട് കൂടി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാനും അതിന് സാധ്യതയുണ്ട്. പുറം രാജ്യങ്ങളിൽ മൊത്തം എങ്ങനെയാണ് പാർട്ട് ടൈമായിട്ട് കുട്ടികൾ പോകും, പഠിക്കും, അതോടൊപ്പം തന്നെ വർക്ക് ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം, ആ ഒരു ഒരു തീം അല്ലെ ആ ഒരു ഇതിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? അതായത് നമ്മുടെ കേരളത്തിൽ കണ്ടമാനം കുട്ടികൾക്ക് പൈസ ഇല്ലാത്തൊരു ഇതും പ്രൊഫഷണൽ വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളത് വളരെ ഒരു പ്രയാസമുള്ളൊരു കാര്യമാണ്. പേരൻസിൻ്റെ കയ്യിൽ റെഡിക്കേഷൻ്റെ അഭാവം. അപ്പോൾ ആ കൺസെപ്റ്റ് എടുത്തപ്പോൾ കുട്ടികൾക്ക് പഠിപ്പും അതോടൊപ്പം തന്നെ വർക്കും ചെയ്ത് കഴിഞ്ഞാൽ പൈസയുടേതായ ഒരു പ്രശ്നങ്ങൾ തീരും. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എടുത്തത്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെയാണ് നമുക്ക് അഭിമാനിക്കാത്തോട് പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നു. ഓക്കെ, അത് തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് അത് ശരിക്കും ഒരു വ്യക്തമാകുന്ന രീതിയിൽ, അതായത് ഈ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അത് പഠിക്കുവാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫീസ് കൊടുക്കേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ ജോലി ചെയ്ത് ഇത്തരം ഫീസുകൾ തിരിച്ച് അടക്കുകയാണോ ചെയ്യുന്നത്? 2 കൺസെപ്റ്റിലാണ് ഇത് എടുക്കുന്നത്. ഒന്ന് പെയ്ഡ് കൺസെപ്റ്റും ഒന്ന് അൺപെയ്ഡ് കൺസെപ്റ്റും. പെയ്ഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഒരു 70% താഴെയുള്ള കുട്ടികൾക്ക് പെയ്ഡ് കൺസെപ്റ്റും 75% മേലുള്ളവർക്ക് അൺപെയ്ഡ് കൺസെപ്റ്റും. ഒരു പരിധിവരെ മാർക്കുള്ള കുട്ടികൾ എങ്ങനെയും ലേബിളാവും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അൺപെയ്ഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ കുട്ടികൾക്ക് വർക്കിനോടൊപ്പം തന്നെ പഠിപ്പിന്ന് വെച്ചാൽ അവർക്കൊരു ഹാർഡായിരിക്കില്ല. പിന്നെ നമ്മളത് കൂടുതലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എക്സ്പീരിയൻസോട് കൂടി തന്നെ പഠിക്കാൻ പറ്റും. അത് PSC അപ്രൂവ്ഡ് ആയ കാരണം ഇതേവരെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. ഈ ഒരു ടെക്നോ സ്പേസ് എന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റും ഇത് നടത്തുന്നത്. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്ററാണ് തൃശ്ശൂർ സൈഡിൽ. ഈ ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തായാലും ഈ സോഫ്റ്റ്വെയർ രംഗത്തായാലും പ്രാക്ടിക്കൽ അത് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ഈ ഒരു പ്രാക്ടിക്കൽ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതെവിടെയാണ്? ഞങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ ഇടുക്കി സൈഡിൽ നെടുങ്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് റിസോർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓൺലൈനിൽ തന്നെയായിട്ട് കുട്ടികൾക്ക് പ്രാക്ടിക്കലിനുള്ള എക്സ്പോഷർ കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ റിസോർട്ട് വർക്ക് ചെയ്യുന്നത്. അതൊരു 5 സ്റ്റാർ റിസോർട്ടിൻ്റെ കൺസെപ്റ്റിലാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം പോലെ ജോലി സാധ്യതയും വർക്ക് എക്സ്പോഷറും കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തേക്ക് വരണമെങ്കിൽ സോഫ്റ്റ്വെയർ രംഗത്തേക്ക് വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്താണ്? അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ഡിഗ്രിയാണ് മെയിനായിട്ട് വേണ്ടത്. പക്ഷെ അതിനേക്കാളേറെ സ്കില്ലാണ് വേണ്ടത്. അവന് പ്രത്യേക ബെർത്തായിട്ട് കിട്ടണമെന്ന് ലോജിക് കൊണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. വർക്കിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ ഏബിളാന്ന് കോൺഫിഡൻറ്റ് മെയിനായിട്ട് ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ആവശ്യം. പുറം നാടുകളിലേക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെയധികം സാധ്യതയുള്ളൊരു കോഴ്സാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ്. അങ്ങോട്ടേക്കും ധാരാളം കുട്ടികൾ നിങ്ങളുടെ ഈ ഒരു കമ്പനി വഴി പോകും. ഞങ്ങളവിടെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കുറേ കുട്ടികൾ ഓൾഡ് സ്റ്റുഡൻസ് എല്ലാവരും ഇതേപോലെ ഗൾഫിൽ പോയവരുണ്ട്. അവരുടെ ഫാമിലിക്ക് ഇതേപോലെ കണ്ടമാനം കുട്ടികളുടെ ആവശ്യമുണ്ട്. അതിനേക്കാളേറെ ഒരു കുട്ടിക്ക് വളരണമെങ്കിൽ അവൻ്റെ പോസ്റ്റിൽ വേറൊരാൾക്ക് ജോയിൻ ചെയ്യിക്കേണ്ടി വരും. എൻ്റെ പോസ്റ്റിൽ എനിക്കിനി ഉയരണമെങ്കിൽ എൻ്റെ പോസ്റ്റിൽ വേറൊരാൾ എടുത്തണം. ആ രീതിയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറെ ആൾക്കാർ ഈ പോസ്റ്റിലേക്ക് ജോലിക്ക് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഉയർന്ന ജോലിക്ക് കയറാം. ഈ ടെക്നോ സ്പേസിൻ്റെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണല്ലോ. ആ ഇടുക്കി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്? അതായത് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇടുക്കി. അവിടുത്തെ കാലാവസ്ഥ തന്നെ നോക്കുമ്പോൾ മൂന്നാർ നിങ്ങൾക്കറിയാമല്ലോ. അതേ കാലാവസ്ഥയിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കുവാനും പിന്നെ പവർ കൺസപ്ഷൻ ഏറ്റവും കുറവുള്ള ഒരു ഏരിയയാണ് ഇടുക്കി. അത് കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇടുക്കിയെ തിരഞ്ഞെടുത്തതും. പിന്നെ ടൂറിസ്റ്റുകൾ കണ്ടമാനം വരുന്നൊരു ഏരിയയാണ്.
പറമ്പിക്കുളം, അതേപോലെ മൂന്നാർ, തേക്കടി ആ ഏരിയ. അപ്പോൾ അതിൻ്റെ മിഡിലാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അത് കാരണം ടൂറിസ്റ്റുകൾക്ക് വരുവാനും അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സ്പീരിയൻസിനും പറ്റിയൊരു സ്ഥലമാണ് ഇത്. അത് കാരണമാണ് ഒരു 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഒരു റിസോർട്ടാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റെസിഡൻഷ്യൽ കം കോളേജാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് അവിടെ സ്റ്റേ ചെയ്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യങ്ങളാണ്. 40 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ക്യാമ്പസാണ് ഞങ്ങൾ അതിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് കാരണം കുട്ടികൾക്ക് പഠിപ്പിനോടൊപ്പം തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾ ഇതോടൊപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എത്ര വർഷത്തെ കോഴ്സാണ്? ഡിഗ്രി സാധാരണ 3 കൊല്ലത്തെ കോഴ്സ്. ഈ കോഴ്സ് പാസ്സാവുന്നതോടൊപ്പം തന്നെ ഇവന് ജോലി സാധ്യത വളരെ ഏറെയാണ്, ഞങ്ങൾക്ക് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേരൻസിനെ സംബന്ധിച്ചിട്ട് 3-4 കൊല്ലം കൊണ്ട് ഇവൻ്റെ എല്ലാ ബാധ്യതകളും തീർന്ന് ഇവന് പുറത്തേക്ക് പോകുവാനോ എന്തിനു വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ആണല്ലോ മന്ത്രി കെ ബാബു താങ്കളുടെ ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അതായത് നിർധനരായ 100 വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുന്നു എന്നുള്ള ഒരു പദ്ധതിക്ക് മന്ത്രി കെ ബാബു ഉദ്ഘാടനം ചെയ്തല്ലോ. ആ ഒരു പദ്ധതിയെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാം. അതായത് ഞങ്ങളൊരു 10 കൊല്ലമായിട്ട് തുടങ്ങുന്ന ഒരു കൺസെപ്റ്റാണ് വർക്ക് ആൻഡ് സ്റ്റഡി. അപ്പോൾ തുടക്കം 2-3 കുട്ടികളെ മാത്രം ഏറ്റെടുത്തിട്ടാണ് ഇത് വർക്കൗട്ട് ചെയ്തിരുന്നത്. 4 കൊല്ലം മുന്നേ തൊട്ട് 100 കുട്ടികളെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് വർക്കിനെ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ പഠിപ്പിക്കുകയും ചെയ്ത് 3 ബാച്ച് കഴിഞ്ഞിട്ടും. അപ്പോൾ ഈ തവണ തൊട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിലും ഈ സ്കീം തന്നെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ 100 കുട്ടികൾക്ക് മൊത്തം ഫ്രീ ആയി എന്ന് പറയാൻ പറ്റില്ല, അവരെ വർക്ക് ആൻഡ് സ്റ്റഡി കൂടാൻ അവർ തന്നെ പൈസ സമ്പാദിച്ച് പഠിക്കുന്നു. കമ്പനി അഡ്വാൻസ് മാത്രം ഫസ്റ്റ് 3 മാസം കൊടുക്കുന്നുള്ളൂ. പിന്നെ അവരെ പഠിപ്പിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെ അവർക്ക് പഠിച്ച് മുന്നേറാൻ പറ്റും. അത് നല്ല ഒരു 80% മേലെ മാർക്കുള്ള കുട്ടികളെയാണ് ഇതിലേക്ക് ഞങ്ങൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. പൊതുവെ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവരും എന്നാൽ പഠിക്കാൻ നല്ല മിടുക്കരുമായിട്ടുള്ള 100 കുട്ടികൾക്ക് മൊത്തം ഇൻറ്റേൺഷിപ്പിലൂടെ ഞങ്ങൾ ഇവരെ ഏറ്റെടുക്കുന്നു. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് ഒരു 20 ആൾക്കാരെയും മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് ഒരു 50 ആൾക്കാരെയും കൂടി ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് ഈ കൊല്ലം പുതിയ പ്രൊജക്റ്റ് വഴി. അങ്ങനെ മൊത്തം 200 ആൾക്കാർക്കാണ് മൊത്തം ഫ്രീ ആയിട്ട് നമ്മളിത് കൊടുക്കുന്ന കോഴ്സ്. ഫ്രീ ആയിട്ട് എടുക്കുന്നവർക്ക് പൊതുവെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. എൻട്രൻസ് എക്സാമിന് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടീംസ് ലൈവ് ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആപ്ലിക്കേഷൻ ഫോം എല്ലാതും ഉണ്ടാവും. അതുവഴി അവർക്കത് ലോഗിൻ ചെയ്യാം. ടീംസ് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അതുപോലെ വെബ് പേജ് ഗ്രീൻ ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെബ് പേജ് ഉണ്ട്. ഇതിൽ 2ൽ കൂടെയും കുട്ടികൾക്ക് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓൺലൈൻ തന്നെ ഹെൽപ്പും കിട്ടാം. അതിൽ കാണുന്ന വെബ് പേജിൽ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാം. ക്വസ്റ്റ്യൻസിൻ്റെ മോഡലും അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതി തുടർന്നിട്ട് എത്ര വർഷങ്ങളായി? വർക്ക് ആൻഡ് സ്റ്റഡി എന്നുള്ള കൺസെപ്റ്റ് തുടങ്ങിയിട്ട് 10 കൊല്ലമായി. 4 കൊല്ലമായിട്ടാണ് ബൾക്കായിട്ട് ചെയ്ത് തുടങ്ങി. പ്രൊഫഷണലൈസ് ചെയ്തത് 4 കൊല്ലമായി തുടങ്ങി. അതിൽ 2 ബാച്ച് കഴിഞ്ഞു. 3ാമത്തെ ബാച്ചിനെയാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത്. നല്ലൊരു സമയം തന്നെയാണ്. അതായത് +2ന്റെ റിസൾട്ട്, ഡിഗ്രിയുടെ റിസൾട്ട് ഒക്കെ വരാനായിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ ഒരു സമയത്തിൽ വളരെയധികം ഇപ്പോൾ കേരളത്തിലെ തന്നെ വളരെയധികം കുട്ടികൾക്ക് ആഗ്രഹമുണ്ടാവാം ഇത്തരത്തിലൊരു ടെക്നോ സ്പേസ് പോലുള്ള സ്ഥാപനത്തിൽ പഠിക്കാൻ ഒക്കെ താല്പര്യമുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ വിദ്യാർത്ഥികൾ ഒരു ടെക്നോ സ്പേസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ഇത് 2 സ്റ്റെപ്പാണ്, പെയ്ഡും അൺപെയ്ഡും സീറ്റ്. അൺപെയ്ഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 80% ഉള്ളവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് തെളിവായിട്ട് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും അതുപോലെ റേഷൻ കാർഡിൻ്റെ കോപ്പി, പേരൻസിൻ്റെ സമ്മതപത്രം എല്ലാതും കൊണ്ടുവരണം. ഈ ഇൻറ്റേൺഷിപ്പിൽ കൂടെ പഠിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചിട്ട് 3 കൊല്ലം കൊണ്ട് അവർക്ക് ഏബിളാവും. പെയ്ഡ് സീറ്റുകാർക്ക് വരുമാന സർട്ടിഫിക്കറ്റോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. +2ൻ്റെ സർട്ടിഫിക്കറ്റും SSLCയും 4 ഫോട്ടോസും പേരൻസും കൂടി വന്നു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഈ സ്കീമിൽ 3 കോഴ്സുകളാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും കൊടുക്കുന്നത്. ഒന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള BSc ഡിഗ്രിയും, 2 കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് വേണ്ടിയിട്ടുള്ള BCA എന്ന് പറഞ്ഞ കോഴ്സും, മാർക്കറ്റിങ്ങും അതുപോലെ മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് MBA എന്ന് പറഞ്ഞൊരു കോഴ്സുമാണ്. 3 ടൈപ്പ് കോഴ്സാണ് നമ്മൾ ഇതിലേക്ക് ഈ കൊല്ലം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. +2 കഴിഞ്ഞവർക്ക് 2 ഡിഗ്രിയും, ഡിഗ്രി കഴിഞ്ഞവർക്ക് മാസ്റ്റർ ഡിഗ്രിയും MBA എന്നീ കോഴ്സുകളാണ് ഇവിടെ ഈ കൊല്ലം നമ്മൾ ഈ സ്കീം പ്രകാരം നമ്മൾ കൊടുക്കുന്നത്. ഇത്രയും കോഴ്സുകൾ കഴിഞ്ഞ ഒരു കുട്ടികൾക്ക് 100% ഒരു ജോലി സാധ്യത ഉറപ്പുവരുത്താൻ മാനേജ്മെൻറ്റിന് കഴിയുന്നുണ്ട്. ആക്ച്വലി ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം
ലോജിക്കും മാർക്കും ഇല്ലാത്തവരുടെ ഏറ്റവും വലിയ പ്രശ്നം എംപ്ലോയബിലിറ്റി ഇല്ലാത്ത ഒരു പ്രശ്നം. നല്ല മാർക്കും ലോജിക്കും ഉള്ള ഒരു കുട്ടിക്ക് ജോലിക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളവിടെ പഠിച്ച് എബോവ് 60% മാർക്കുള്ള എല്ലാ കുട്ടികൾക്കും ജോലിയുണ്ട്. എല്ലാവരും സാധാരണ പോലെ തന്നെ നന്നായിട്ട് പഠിക്കുന്നവർക്ക് നല്ല ജോലിയുണ്ട്, അല്ല വർക്കിൽ സ്കില്ല് ചെയ്യുന്നവർക്ക് നല്ല ജോലി കിട്ടുന്നുണ്ട്. പഠിക്കാൻ ഉറപ്പുള്ളവർ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യും. അവരവരുടെ കീഴിൽ മറ്റുള്ള ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ട് അവർ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഏവറേജ് പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് കൂടുതൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നത്. കാരണം അവൻ പൈസ കൊടുത്ത് നല്ല ഹ്യൂമൻ റിസോഴ്സിനെ പർച്ചേസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു. പഠിക്കുന്ന ഒരു കുട്ടി എംപ്ലോയി ആയിട്ട് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളതിന് വേണ്ടിയിട്ട് എംപ്ലോയബിലിറ്റിന് ഞങ്ങൾ കൂടുതൽ വളർത്താൻ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സഹായമായിട്ട് സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ ഫ്രണ്ട്സുകളോ അവൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരെ വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് അവനൊരു എൻ്റർപ്രണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ജോലി ചെയ്യുന്നതിൽ 10 ഇരട്ടി കാശ് അവന് എംപ്ലോയബിലിറ്റി കൂടെ കിട്ടുന്നുണ്ട്. അതിന് ഞങ്ങളവിടെ പഠിച്ച കണ്ടമാനം കുട്ടികൾ ഇപ്പോഴും വലിയ വലിയ സോഫ്റ്റ്വെയർ കമ്പനിക്കാർ നടത്തുന്നുണ്ട്, വലിയ വലിയ റിസോർട്ട് നടത്തുന്നുണ്ട്, കോളേജുകൾ നടത്തുന്നുണ്ട്, ട്യൂഷൻ സെൻ്ററുകൾ നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഗൾഫിൽ കണ്ടമാനം ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് BTech പോയവരുണ്ട്, MCA കഴിഞ്ഞിട്ട് MTech പോയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. എല്ലാ ഫീൽഡിലും ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ട്. കേരളത്തിൽ മുൻപത്തേക്കാൾ അധികം ബിസിനസ്സിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെയൊക്കെ മുന്നേറാൻ തക്ക വിധത്തിലുള്ള ഒരു വിദ്യാർത്ഥികളെ തന്നെയാണ് ടെക്നോ സ്പേസ് വാർത്തെടുക്കുന്നത്. അതെ, തീർച്ചയായും. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇതേവരെ പഠിപ്പിച്ച ഒരു 15 കൊല്ലമായിട്ടുള്ളതിൽ എല്ലാവരും ഏബിളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. 1-2 ആൾക്കാർ മാത്രം എംപ്ലോയി ആയിട്ടും ബാക്കി എല്ലാവരും എൻ്റർപ്രണർഷിപ്പിലാണ് കൂടുതൽ ശ്രദ്ധ പോകുന്നത്. ഞങ്ങൾ ആ രീതിയിലാണ് കുട്ടികളെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്തിനും ഇന്ത്യക്കും കേരളത്തിനും പൊതുവെ ആവശ്യം എൻ്റർപ്രണർഷിപ്പാണ്, അല്ലാതെ ഒരു സ്ലേവിനെയല്ല. അത് കാരണമാണ് ഞങ്ങൾ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ടെക്നോ സ്പേസ് എന്ന ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നൊരു വ്യക്തിക്ക് ഒരു തൊഴിൽ മാത്രമല്ല അവർ ഉറപ്പു നൽകുന്നത്, പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു മനോധൈര്യവും ആത്മവിശ്വാസവും ഒക്കെയാണ് ഈ ടെക്നോ സ്പേസ് എന്ന സ്ഥാപനത്തിലൂടെ പഠിച്ചിറങ്ങുന്ന ഓരോ വ്യക്തിക്കും ലഭ്യമാകുന്നത്. ഇനിയും വളരെയധികം ഉയരങ്ങളിലേക്ക് ഈ ഒരു സ്ഥാപനം എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ടെക്നോ സ്പേസിന്റെ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ബഹുമാനപ്പെട്ട എക്സൈസ് തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ടെക്നോ സ്പേസിന്റെ പ്രിൻസിപ്പൽ ജിജി ജോണിന് ഇത് സംബന്ധിച്ച ധാരണാപത്രം കൈമാറി. 100 വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പ്രസ് ക്ലബ്ബിൽ വെച്ച് തുറമുഖ എക്സൈസ് ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ കെ ബാബു ഉദ്ഘാടനം ചെയ്തു. ഹൈബി ഈഡൻ MLA ഈ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഇടുക്കി ജില്ലയിലെ പ്രകൃതി മനോഹരമായ സ്ഥലത്താണ് ടെക്നോ സ്പേസ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും മികച്ച പഠനാന്തരീക്ഷവും സൗകര്യങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അതിഥി ദേവോ ഭവ എന്ന ഉപനിഷത്ത് വാക്യം അനർത്ഥമാക്കിക്കൊണ്ട് വിജയ സോപാനത്തിന്റെ 15ാം വർഷത്തിലേക്ക് കുതിക്കുന്ന ടെക്നോ സ്പേസ് MBA, BCA, BSc രംഗത്ത് കോളേജിൽ അഡ്മിഷൻ നേടുന്ന 500 വിദ്യാർത്ഥികളിൽ എൻട്രൻസ് പരീക്ഷയിൽ മുന്നിലെത്തുന്ന 100 വിദ്യാർത്ഥികൾക്കാണ് ഇന്റേൺഷിപ്പിലൂടെ സൗജന്യ പഠനം ഒരുക്കിയത്. മൂന്നാർ തേക്കടി ഹൈവേയിലെ പ്രകൃതി മനോഹരമായ 50 ഏക്കർ സ്ഥലത്താണ് ടെക്നോ സ്പേസിന്റെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ടെക്നോ സ്പേസിന്റെ ഗ്രീൻ ലേക്ക് റിസോർട്ടിനോട് ചേർന്ന് തന്നെയാണ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ് ക്യാമ്പസും പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മികച്ച കോർപ്പറേറ്റ് അന്തരീക്ഷം സംജാതമാക്കാൻ ഇത് സഹായിക്കുന്നു. ക്യാമ്പസിൽ തന്നെ ഓർഗാനിക് ഫാമും ഗ്രീൻ ലേക്ക് എന്ന റിസോർട്ടും ഒരുക്കിയിട്ടുണ്ട്. പഠനത്തോടൊപ്പം മികച്ച പരിശീലനവും സ്വന്തമാക്കുവാൻ ഇത് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നുണ്ട്. തികച്ചും സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ക്യാമ്പസും പരിശീലന പദ്ധതികളും സജ്ജീകരിച്ചിരിക്കുന്നത്. യൂറോപ്യൻ നിലവാരത്തിലുള്ള പരിശീലന പദ്ധതികളും അന്തരീക്ഷവുമാണ് ടെക്നോ സ്പേസ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ഈ അധ്യയന വർഷം മൊത്തം 500 സീറ്റിൽ 350 സീറ്റ് BSc കാറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റിലും 50 സീറ്റ് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലും
100 സീറ്റ് MBA ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റിലുമാണ് നീക്കിവച്ചിട്ടുള്ളത്. തികച്ചും റെസിഡൻഷ്യൽ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ക്യാമ്പസിൽ മികച്ച ഫാക്കൽറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. +2 ഡിഗ്രി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് 100% തൊഴിൽ ഉറപ്പു നൽകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് ടെക്നോസ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്തും സോഫ്റ്റ്വെയർ രംഗത്തും കഴിഞ്ഞ 15 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ടെക്നോസ്പേസ്. 100% പ്ലേസ്മെന്റ് ഉറപ്പു നൽകുന്നു എന്നത് തന്നെയാണ് ടെക്നോസ്പേസിനെ വ്യത്യസ്തമാക്കുന്നത്. ടെക്നോസ്പേസ് നടത്തുന്ന എൻട്രൻസ് പരീക്ഷയിൽ 75%-ലധികം മാർക്ക് നേടുന്നവർക്കാണ് ടെക്നോസ്പേസിന്റെ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് അധ്യയന രംഗത്ത് പ്രവർത്തിക്കുന്ന ടെക്നോസ്പേസ് തങ്ങളുടെ ഇടുക്കിയിലെ ക്യാമ്പസിലെ 100 സീറ്റുകൾ കോർപ്പറേറ്റീവ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായാണ് നിർധനരായ വിദ്യാർത്ഥികൾക്കായി മാറ്റിവെക്കുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ 3 സെന്ററുകളിലായി നടത്തുന്ന പ്രവേശന പരീക്ഷയിൽ മുന്നിലെത്തുന്ന 100 വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ പഠനം ഉറപ്പുവരുത്തുന്നത്. ഫോൺ നമ്പർ 9447146365, 0484235612, 9496251400 എന്ന ഫോൺ നമ്പറുകളിൽ വിളിച്ച് എൻട്രൻസ് പരീക്ഷയ്ക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.